വടകര ലിങ്ക് റോഡിൽ നിന്നും വീണ്ടും ബസ് സർവീസ് പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപാരികൾ പ്രതിഷേധത്തിനൊരുങ്ങുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും വ്യാഴാഴ്ച വടകര RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ബസ് സർവീസുകൾ വീണ്ടും ലിങ്ക് റോഡിലേക്ക് മാറ്റുന്നത് പ്രദേശത്തെ കച്ചവട മേഖലയെ തകർക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വർഷങ്ങളായുള്ള സമരങ്ങൾക്കൊടുവിൽ വടകര പഴയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റി സ്ഥാപിച്ച ബസ് സർവീസുകൾ വീണ്ടും ലിങ്ക് റോഡിലേക്ക് മാറ്റുന്നത് പ്രദേശത്തെ കച്ചവട മേഖലയെ തകർക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രധാന ആരോപണം. ദേശീയപാത വികസനത്തിന്റെ പേര് പറഞ്ഞുള്ള ഈ റൂട്ട് മാറ്റം കോട്ടപ്പറമ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വ്യാപാര മേഖലയെ വീണ്ടും നിശ്ചലമാക്കും. മുൻപ് ബസ് സർവീസ് ഉണ്ടായിരുന്ന സമയത്ത് അപകട മരണങ്ങൾ നടന്ന 11ഓളം വളവുകളുള്ള ഈ ഇടുങ്ങിയ റോഡിലേക്ക് വീണ്ടും ബസ്സുകൾ തിരിച്ചുവിടുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും വ്യാപാരികൾ പറയുന്നു. ഈ ബസ് നേരത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് 4ഓളം മരണങ്ങൾ നടന്ന ഒരു സ്ഥലമായിരുന്നു അത്. 900 മീറ്ററിൽ 11 വളവുള്ള ഈ റോഡ് ശരിക്കും മറ്റു വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല, നേരത്തെ പഠനങ്ങൾ തെളിയിച്ചതാണ്. ആ സ്ഥലത്തേക്ക് തന്നെയാണ് വീണ്ടും ഈ ബസ്സുകൾ മാറാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. വടകരയിലെ വ്യാപാരി സമൂഹം ഒറ്റക്കെട്ടായി ഈ തീരുമാനത്തിൽ പ്രതിഷേധം അറിയിക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ 10:30 വടകര മർച്ചന്റ് അസോസിയേഷൻ ഓഫീസിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് RDO ഓഫീസിൽ അവസാനിക്കുന്നു. മാർച്ചിൽ വടകരയിലുള്ള മുഴുവൻ കച്ചവടക്കാരും പങ്കെടുക്കുന്നതായിരിക്കും. പുതിയ തീരുമാനത്തിനെതിരെ വടകരയിലെ മുഴുവൻ കച്ചവടക്കാരെയും അണിനിരത്തി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാര വ്യവസായ സമിതിയുടെയും തീരുമാനം. വ്യാഴാഴ്ച വടകരയിലെ മുഴുവൻ വ്യാപാരികളെയും അണിനിരത്തിക്കൊണ്ട് RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തും. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളിലേക്ക് കടക്കുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. ലിങ്ക് റോഡിലേക്ക് വീണ്ടും ബസ് സർവീസ് മാറ്റാൻ KK രമ MLA യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തത്. ന്യൂസ് ബ്യൂറോ, വടകര.